സൗണ്ട് ക്വാളിറ്റി നൈസാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ പോകാൻ അതൊരു പോയി. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരിട്ട് കുറച്ച് പ്രശ്നങ്ങൾ. ഒന്ന് തന്നെ പറയുകയാണെങ്കിൽ ബാറ്ററി ബാക്കപ്പ്. ഞാൻ മേടിച്ച് ഒരു മാസം ഒന്നര മാസം വരെ നല്ല ഒരു 2.5-3 മണിക്കൂർ വരെ ബാറ്ററി ബാക്കപ്പ് കിട്ടും. ബാറ്ററി കപ്പാസിറ്റി ഓടി കുറവാണ്. ഒരു സബ് വൂഫറിനെ സംബന്ധിച്ചിടത്തോളം ഒരു 4000-5000 കൊടുക്കാറുള്ളൂ. പക്ഷേ ഇതിനകത്ത് 2200 വെച്ചിന് ബാറ്ററിയാണ് കൊടുത്തത്. അത് വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ എന്താ പറയുക, എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റാണ്. പിന്നെ ഉള്ളിലായിട്ട് ഒരു പ്രശ്നമുണ്ട്. ഇവരുടെ സോൾഡിങ് എത്ര കുറയുമെന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ നമ്മുടെ ഇതിൻ്റെ റിമോട്ടാണ്. ഞാനിത് വന്ന ടൈമിലൊക്കെ കുറേ അത്യാവശ്യം യൂസ് ചെയ്ത് ഒരു കുഴപ്പമില്ലാണ്ട് പോയി. പിന്നെ ഇടയ്ക്ക് മിസ്സിങ് വരാൻ തുടങ്ങി. അതിപ്പം നമ്മൾ ബട്ടൺസ് നിൽക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യാണ്ട് വരിക. റിമോട്ട് ബട്ടൺസ് ഒക്കെ നിൽക്കുമ്പോൾ വർക്ക് ചെയ്യാണ്ട് വരിക. ചില സമയത്ത് വർക്ക് ചെയ്യും, ചില സമയത്ത് വർക്ക് ചെയ്യും. ഒന്ന് തട്ടി കഴിയുമ്പോൾ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഒന്ന് സബിന് ഒന്ന് തട്ടി കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. എന്നിട്ട് പിന്നെ ഒന്നുകൂടി യൂസ് ചെയ്യാണ്ടിരിക്കുമ്പോൾ പിന്നെ ഇത് ഓഫായി എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ അങ്ങനെ വന്ന് പിന്നെ ഞാനൊരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ബാറ്ററി ഒക്കെ മാറ്റി. മൈക്കിനും പ്രശ്നം ഉണ്ടായിരുന്നു. മൈക്കിൻ്റെ സോൾഡിങ് ക്വാളിറ്റി അത് ഞാൻ പറയാൻ വിട്ടുപോയി. മൈക്കിൻ്റെ വയറൊക്കെ വിട്ടുപോയി. ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ എന്താ സംഭവിച്ചെന്നൊരു പിടിയില്ല. ബാറ്ററിക്ക് എല്ലാ ബാറ്ററിക്ക് ഇതിനകത്തുള്ള ചെറിയ ബാറ്ററിയും പിന്നെ ഇതിനകത്തുള്ള നമ്മുടെ നോർമൽ ക്ലോക്കിൽ ഉപയോഗിക്കുന്ന ബാറ്ററി ഇതൊക്കെ പുതിയത് ഇട്ട് നോക്കി. പക്ഷേ രണ്ടിനും വർക്കില്ല. അത്യാവശ്യം ഭയങ്കര നിരാശനായി പോയി. കാരണം നമ്മളൊരു പൈസ കൊടുത്ത് മേടിച്ചിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അപ്പോൾ വല്ലാത്തൊരു ഫീലാണ്. അത്രയും പൈസയും പോയി എന്നുള്ളതിനും അതിനനുസരിച്ചുള്ള ഒരു ബാക്കപ്പ് കിട്ടുന്നില്ല. അത് കമ്പനി അങ്ങനെ കൊടുത്തു. അതിൻ്റെ കൂടുതലാണ് പൂറായിട്ടുള്ള സോൾഡിങ് ക്വാളിറ്റി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വർക്ക് ചെയ്യാണ്ട് വരിക. അപ്പം മൈക്ക് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് കൊടുത്ത് റെഡിയാക്കി. മൈക്ക് റെഡിയാക്കി, അതിൻ്റെ സോൾഡിങ് കിട്ടുന്നത് റെഡിയാക്കി. പക്ഷേ ഇത് ഞാൻ റിമോട്ടിലെ ബാറ്ററി ഇട്ട് കഴിഞ്ഞപ്പോഴും റിമോട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ 2 ദിവസം ഇന്നലെ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഇങ്ങനെ അടിച്ചു നോക്കി. എന്താണ് ഇതിങ്ങനെ വർക്ക് ചെയ്യുന്നില്ല, എന്തെങ്കിലും പ്രശ്നമാണ്, ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വയറൊക്കെ ഷോർട്ടായി പോയോ എന്താണ്. ഞാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഊരി അടിച്ച് നോക്കിക്കൊണ്ട് ഒരു വയറും കഴിഞ്ഞിരുന്നു. സാധാരണ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും നമ്മൾ ഊരി കഴിയുമ്പോൾ വിട്ടുപോയതാണ് അങ്ങനെ വിചാരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓണാക്കി നോക്കി, കണക്ട് ചെയ്തു, സ്പീക്കറും പാട്ടൊക്കെ വെച്ച്. അപ്പോൾ ഒന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ആൻറ്റീനയുടെ വയറാണ്, 5000 വയറാണ്. ഞാൻ പിന്നെ കുറേ പ്രശ്നം നോക്കി വർക്ക് ചെയ്യുന്നില്ല, ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോഴും ഒന്നും വർക്ക് ചെയ്തില്ല, വയറ് പോയില്ല. അപ്പം അതിൻ്റെ എനിക്ക് ഭയങ്കര നിരാശയായി പോയി. നമ്മൾ പൈസ കൊടുത്തിട്ട് ഒരു സാധനം മേടിക്കുമ്പോൾ നമുക്ക് നല്ലോണം എത്ര കാലം പോകും അത്രയും കാലം നന്നായിട്ട് വർക്ക് ചെയ്യണമെന്നുള്ളൊരു നമുക്കൊരിതുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഇംപ്രഷൻ ഞാൻ പോയി കിട്ടി. പിന്നെ ഞാൻ മെയിനായിട്ട് ഇതിപ്പം 5000 അതിന് മണ്ടയിലേക്കാണ് ഞാൻ അതിന് വേണ്ടി പേ ചെയ്ത പൈസ. ഓൺലൈൻ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി കുറവായിരുന്നു. ഓൺലൈൻ മേടിക്കാൻ വേണ്ടി അവർക്ക് ഞാൻ പോയിട്ട് ഡയറക്റ്റ് ഒരു കടയിൽ മേടിച്ച് മൂഞ്ചി. പിന്നെയാണെങ്കിൽ വേറെ പ്രോഡക്റ്റ് എന്ന് പറയാൻ നമ്മൾ ഓവറായിട്ട് ഫുള്ള് സൗണ്ട് കിട്ടിയപ്പോൾ ഒരു ഒച്ചയും ഇല്ല. എന്താ പറയുക, പെട്ടെന്ന് അങ്ങ് ഓഫായി പോകാൻ ബാറ്ററി. പിന്നെ ഒന്ന് ഓണാക്കി കഴിയുമ്പോഴാണ് ബാറ്ററി ലോ ആണെന്നുള്ളത് കാണിക്കുക. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ LED ലൈറ്റ്, ആ ഒരു ബ്ലൂടൂത്തിൻ്റെ കണക്ഷനും എല്ലാം കാണിക്കുന്ന ചെറിയ ഡിസ്പ്ലേ. അപ്പോൾ ഈ ഡിസ്പ്ലേയിലേക്ക് നമുക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ, എന്താ ചാർജ് ചെയ്യാറായോ എന്താ അങ്ങനെയൊക്കെ നമുക്ക് ഒരിക്കലും നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ പാട്ടൊക്കെ വെക്കുമ്പോൾ എന്തായാലും ഒരു 4 മണിക്കൂർ കിട്ടുന്ന ഒരു പ്രതീക്ഷയിൽ നമ്മൾ ഫുൾ ചാർജ് ആക്കി ഉപയോഗിക്കും. അപ്പം ഇതിനകത്താണെങ്കിൽ നമുക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും. നമ്മളെന്ത് ഫുൾ സൗണ്ടിലിട്ടിട്ട് ഒരു മണിക്കൂർ ആവില്ല, അതിന് മുമ്പേ ചത്തു. 1 മണിക്കൂർ, അതായത് അരമണിക്കൂർ. എനിക്ക് പലപ്പോഴും അരമണിക്കൂർ അതിനും കുറഞ്ഞ് താഴേക്ക് ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഓഫായി പോകാൻ. പിന്നെയാണെങ്കിൽ ഫുൾ ചാർജ് ആണെങ്കിൽ പോലും നമ്മൾ ഓണാക്കി പാട്ട് വെച്ച് പെട്ടെന്ന് സ്റ്റോപ്പായി പോകും. ഇത് ഓഫായി പോകും. ബാറ്ററി ഉണ്ടെങ്കിൽ ഓഫായി പോകും, ഇല്ലെങ്കിൽ പാട്ട് പോസായി പോകും. അങ്ങനത്തെ കുറേ വിഷയങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ മൈക്കിനാണെങ്കിൽ ലേറ്റൻസി ഒക്കെ ഭയങ്കര കുറവാണ്. മൈക്കിനായാലും പറയണ്ടെങ്കിൽ ഇപ്പോൾ അടുത്ത വരെ ട്രോളുണ്ട്. അപ്പം ലേറ്റൻസി ഒന്നും ഇല്ല, അല്ല അടിപൊളി സാധനമാണ്. അതായത് നമ്മൾ മേടിച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മൾ തന്നെ സോൾഡ് ചെയ്ത് ഉപയോഗിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ പണ്ടൊക്കെ ചെരുപ്പൊക്കെ മേടിക്കില്ല, കുറഞ്ഞ പൈസയ്ക്ക് ചെരുപ്പൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഒന്നും കൂടെ തൊഴിൽ അങ്ങനത്തെ പരിപാടി ചെയ്യുന്ന പോലെയാണ് എനിക്കിപ്പോൾ തോന്നിയത്. മൈക്കാണെങ്കിൽ സോൾഡിങ് വിട്ടുപോയി, ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ആൻറ്റിയുടെ സോൾഡറിങ് വിട്ടുപോയി. അങ്ങനെ എനിക്ക് എന്തൊക്കെ വിടുന്ന ചെയ്യാറുണ്ട്. പിന്നെയാണെങ്കിൽ ബാറ്ററി കപ്പാസിറ്റി ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ, കാരണം ഇപ്പം തിരയെ കിട്ടുന്നില്ല. പണ്ടത്തെ പകുതി പോലും കിട്ടില്ല എന്ന് പറയും. പിന്നെയാണെങ്കിൽ നമ്മൾ മാക്സിമം വോളിയം വെച്ച് ചെയ്യുമ്പോൾ വേറെ പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ നോബുണ്ട്. ഈ വോളിയം നോബ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ കുറഞ്ഞ് ഒരു പകുതി അല്ലെങ്കിൽ 1/4 ഭാഗം വരും. നമ്മളത് പെട്ടെന്ന് നോട്ടീസ് ഇല്ല. പിന്നെ തൊട്ട് കഴിയുമ്പോഴായിരിക്കും ഇത്രയും താഴോട്ട് കുറഞ്ഞ് വരുന്നത്. പിന്നെയും അതിന് മുള്ളോട്ടാകും ഫുള്ളാകും. മേജറായിട്ട് അതിൻ്റെ പ്രശ്നം വെച്ചാൽ റിമോട്ട് മൈക്ക്. കാരണം നമുക്ക് ഇവിടുത്തെ കൺട്രോൾസിലൊക്കെ ഞെക്കി മാറ്റുക എന്ന് പറയുന്നത് ഭയങ്കര പരിപാടിയാണ്. അതുകൊണ്ടാണ് ഈ റിമോട്ട് കൊടുത്തത്. അപ്പോൾ റിമോട്ട് മൈക്ക് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ കണക്ഷൻ മൈക്ക് വർക്ക് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ഇതിനകത്ത് കുത്തി ചിലപ്പോൾ ഇതിൻ്റെ ബട്ടൺസ് കേടാം. നമ്മൾ ആ പാല് കംപ്ലൈൻറ്റ് പറയാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. വാറണ്ടി കഴിയാത്തതാണെങ്കിൽ പെട്ടെന്ന് മാറ്റി നൽകിയേക്കാൻ മതി. ഇത് മേടിക്കാൻ പ്ലാനുള്ളവർ തിരിക്കുന്നത് അറിയാമല്ലോ. വല്ല ഇപ്പോൾ ഇതിനെക്കാട്ടും പവർ കുറഞ്ഞതാണെങ്കിൽ ഒരു JBL അല്ലെങ്കിൽ ബോട്ടിൻ്റെ ഒരു സാധനം വരികയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം. ഇനിയിപ്പം കുറച്ച് പൈസ എങ്ങനെ സൂക്ഷിച്ചിട്ട് അടുത്ത വർഷം അല്ലെങ്കിൽ 5 വർഷം അങ്ങനെ മേടിച്ചാലും എൻ്റെ ബോട്ടിലും JBL സാധനങ്ങളൊക്കെ കുറച്ച് നല്ലതാണ്. ഇതിൻ്റെ അങ്ങോട്ട് എനിക്കറിയില്ല എന്തുകൊണ്ട്. ഇതിപ്പോൾ ഞാൻ മേടിച്ച സാധനത്തിനകത്ത് പ്രശ്നം ഉണ്ടായിരുന്നു എനിക്കറിയില്ല. കാരണം ഞാൻ പോയ കടയിൽ ഒരൊറ്റ പീസേ ഉണ്ടായിരുന്നു. കടയിലുള്ളവരാണെങ്കിൽ എന്ത് ഇത് ഞാൻ മറ്റേ അവിടെ നിൽക്കുന്ന ആൾക്കാരെന്ന് പറയും ഇത് ഞാൻ എടുത്ത് നോക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു ഞാൻ അത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ നമുക്കൊരു ഇമ്പ്രഷൻ ഉണ്ടായില്ല. മോസ്റ്റ്ലി എല്ലാവർക്കും അങ്ങനെയാണ്. അപ്പം ഞാൻ ആ ഒരു രീതിയാണ് എടുത്തുപോയി. നിങ്ങളെ ആരും നിങ്ങളുടെ അടുത്ത് വന്ന് ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾ വീഴരുത്. അവരുടെ ഇരിക്കുന്ന സാധനം പോകാൻ വേണ്ടി അവരെന്തും പറയും. എന്തായാലും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ സൗണ്ട് ക്വാളിറ്റി പ്രശ്നമുണ്ടോ ചോദിച്ചാൽ അത്രയും പ്രശ്നമുണ്ടോ ചോദിച്ചാൽ ഞാൻ പറയും പ്രശ്നമുണ്ട് വരും. കാരണം ഭയങ്കര ഫുൾ കൊടുത്തിട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ വരും, അതൊരു വിഷയമാണ്. പിന്നെ എവിടെയൊക്കെയോ ഇല്ലാത്ത നോയ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. ഇത്
ചെറിയ ചെറിയോ എന്തൊക്കെയോ ഇട്ട് വരയ്ക്കുന്ന പോലെ എനിക്ക് സൗണ്ടൊക്കെ വരും. എനിക്കറിയില്ല, പക്ഷേ ബേസിൽ നന്നായിട്ട് കിട്ടും. പിന്നെയാണെങ്കിൽ ഇത് സബ് ആയതുകൊണ്ട് നമ്മൾ വൈബ്രേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല പെർഫോമൻസ് ആണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ബാസ് അടിക്കുമ്പോൾ 2 വൈബ്രേഷൻ അടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ചത്തു പോകും. അത് മാത്രമേ ഞാൻ പ്രശ്നം കണ്ടുള്ളൂ. അത് ഇപ്പോൾ ബാറ്ററി കംപ്ലൈൻറ്റ് ആണോ എന്നൊന്നും അറിയില്ല. ഇതിന് വാറണ്ടി ഉണ്ട്, 12 മാസം വാറണ്ടി ഉണ്ട്. അപ്പോൾ ഇനി ഇതുകൊണ്ടേ കൊടുക്കണം, കോഴിക്കോട് കൊണ്ടേ കൊടുക്കണം. അല്ലാണ്ട് പ്രത്യേകിച്ച് പ്രശ്നമില്ല. ഇത്ര തന്നെ പ്രശ്നം മതി ഒരു സബിന് അല്ലെങ്കിൽ സ്പീക്കറിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ. ഞാൻ വിളിച്ചു പോയി ആ ഒരു അബദ്ധത്തിലേക്ക് ചില ചാർജ് ഇരിക്കില്ലായുള്ളൂ. അപ്പം എനിക്കറിയാവുന്ന ഒരു ഇൻഫോർമേഷൻ ഞാൻ പാസ് ചെയ്തു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വന്നു. ഞാൻ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്, ഒരു മിനി തിയേറ്റർ എക്സ്പീരിയൻസ്. ഒരു റൂമിലാണെങ്കിൽ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് എന്താ പറയുക, ഫുള്ള് സറൗണ്ടിങ്സ് ലോക്ക് ആക്കിയിട്ട് ഒരു മൂലയ്ക്ക് വെച്ചിട്ട് ഫുൾ സൗണ്ട് ഇടുകയാണെങ്കിൽ അടിപൊളി സാധനം. അപ്പോൾ ഇത്ര ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പം ഇനി വല്ല അടുത്ത കണ്ടന്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഓടി കൊണ്ട് വന്നേക്കാം. ഓക്കെ, ബൈ.